വൈകുന്നേര സമയം ആകാശത്തു നിന്ന് ചാറ്റൽ മഴ പെയ്യുകയായിരുന്നു. ആ മഴയത്ത് സാരിക ഭയങ്കര സന്തോഷത്തോടെ ഡാൻസ് കളിക്കുകയാണ്. ആ വീട്ടിലെ ജോലിക്കാരെല്ലാം ജനരികിൽ നിന്ന് മഴയോടൊപ്പം അവൾ ആസ്വദിച്ച് നൃത്തം ചെയ്യുന്നത് കണ്ട് കണ്ണിമ വെട്ടാതെ മയങ്ങി നിന്നുപോയി. അപ്പോഴാണ് അമ്മൂമ്മ ജയമ്മ കയ്യിലൊരു കുടയുമായി അങ്ങോട്ട് വന്നത്. "ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ മഴ നനയരുതെന്ന്. ജലദോഷം പിടിക്കും, പനി വരും" എന്ന് പറഞ്ഞുകൊണ്ട് അമ്മൂമ്മ സാരികയെ ഡാൻസ് കളിക്കുന്നതിൽ നിന്ന് തടഞ്ഞു. അവളുടെ നനഞ്ഞ കൈക്ക് പിടിച്ച് ആ വലിയ കൊട്ടാര സദൃശമായ വീടിന്റെ ഉള്ളിലേക്ക് അവളുടെ ബെഡ്റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ടവലെടുത്ത് സാരികയുടെ നനഞ്ഞ മുടി തുടച്ചു കൊടുക്കലും അമ്മൂമ്മ അവളെ വഴക്കു പറയാൻ തുടങ്ങി. സാരികയാണെങ്കിൽ ഒരു കൊച്ചു കുട്ടിയെപ്പോലെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "പക്ഷേ എനിക്ക് മഴയെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമാണ് അമ്മൂമ്മേ. മഴ പെയ്യുമ്പോൾ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാറില്ല. അതിൽ ഇറങ്ങി നനയാതിരിക്കാൻ എനിക്കാവില്ല." അത് കേട്ട് ജയമ്മ അവളെ രൂക്ഷമായി നോക്കിയിട്ട് പറഞ്ഞു, "എനിക്കതൊന്നും അറിയണ്ട. എനിക്ക് നിന്റെ ആരോഗ്യം മാത്രമാണ് പ്രധാനം." "ശരി ശരി," അവൾ ശാന്തമായി സമ്മതിച്ചു. "നിന്റെ അച്ഛൻ വിളിച്ചിരുന്നു. നിന്റെ ചേച്ചി പ്രീതിയും അവളുടെ ഭാവി വരനും കൂടി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഇങ്ങോട്ട് വരുമെന്നാണ് പറഞ്ഞത്." "വാവ്, ശരിക്കും? അവൻ കാണാൻ എങ്ങനെയുണ്ട്? എന്തു ചെയ്യുകയാണ്? ആരാണ് കക്ഷി?" "എനിക്കിപ്പോഴും അതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഞാൻ നിന്റെ ചേച്ചിയെ ഫോൺ ചെയ്തു. അവൾ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവൾ എപ്പോഴും ഞാൻ പറയുന്നത് കേൾക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ നിന്റെ അച്ഛൻ വരികയാണെങ്കിൽ നീ മഴയത്ത് നനഞ്ഞതിനും പുറത്തു പോയതിനും വഴക്ക് പറയും. ഈ പ്രീതി ഉണ്ടല്ലോ, എൻ്റെ ചേച്ചിയെ അങ്ങനെ കുറ്റം പറയില്ല അമ്മമ്മേ" എന്ന് പറഞ്ഞ് ശാരിക മുഖം വീർപ്പിച്ചു. "നീ അവളെ ഇങ്ങനെ ന്യായീകരിക്കാൻ വരണ്ട. അവൾ ഒരു വിചിത്ര സ്വഭാവക്കാരിയാണ്. അവൾക്ക് നിന്നെക്കുറിച്ച് ഒരു ചിന്തയുമില്ല. പക്ഷെ നീയാണെങ്കിൽ അവളെക്കുറിച്ച് മാത്രം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. എന്നെ അവളെ ചീത്ത വിളിക്കാൻ പോലും സമ്മതിക്കില്ലല്ലോ നീ." "അതൊന്നും സാരമില്ല. എന്തൊക്കെ പറഞ്ഞാലും അവൾ എൻ്റെ ചേച്ചിയല്ലേ. അവൾ നിന്റെ വലിയപ്പൻ്റെ മകൾ മാത്രമാണ്. വലിയപ്പൻ അപകടത്തിൽ മരിച്ചു പോയത് കൊണ്ട് നിന്റെ അച്ഛൻ അവളെയും നിന്നെപ്പോലെ തന്നെ ഒരേപോലെ വളർത്തുന്നത്." അത്രയുമായപ്പോഴേക്കും കാറിൻ്റെ ഹോൺ ശബ്ദം കേട്ട് അവൾ സംസാരം നിർത്തി. "വേഗം റെഡിയായി താഴേക്ക് വാ. അവർ അപ്പോഴേക്കും വന്നെന്ന് തോന്നുന്നു" എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് പോയി. ജയമ്മ താഴേക്ക് വരുമ്പോൾ ലിവിംഗ് റൂമിൻ്റെ ഭാഗത്തു നിന്ന് സംസാരം കേട്ടു. "ഞാൻ പറയുകയല്ലേ വിക്രം, നീ എങ്ങനെയാണെങ്കിലും എൻ്റെ മകൾ നിന്നെ തന്നെ കല്യാണം കഴിക്കും. ഇതുവരെ അവൾ എൻ്റെ വാക്കിന് മറുവാക്ക് പറഞ്ഞിട്ടില്ല, അറിയാമോ?" എന്ന് പറയുന്നതും ചിരികളും കേട്ട് ജയമ്മ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു, "അതെന്താ രാഘവൻ അങ്ങനെ പറയുന്നത്? അപ്പോൾ വന്നിരിക്കുന്ന ചക്കനെ കാണാൻ ഭംഗിയില്ലേ? അതോ വല്ല കുറവുമുണ്ടോ?" എന്ന ആശയക്കുഴപ്പത്തോടെ അവർ ലിവിംഗ് റൂമിലേക്ക് നടന്നു. രാഘവയുടെ കൂടെ ഇരിക്കുന്ന വിക്രമിനെ കണ്ടതും അത്ഭുതപ്പെട്ടുപോയി. അത്രയും സുന്ദരനായിരുന്നു വിക്രം. വിക്രം ഒരു വീൽചെയറിൽ വന്നിരിക്കുന്നത് കണ്ട് രാഘവയെ ജയമ്മയെ ഒന്ന് നോക്കി പറഞ്ഞു, "ഇയാളാണ് നമ്മുടെ പ്രീതിയെ കല്യാണം കഴിക്കാൻ പോകുന്നയാൾ." അത് കേട്ട് ജയമ്മ ചോദിച്ചു, "അതെന്താ രാഘവ ഇത്? ഈ പയ്യന് തളർവാദമാണെന്ന്, നടക്കാൻ കഴിയില്ലെന്നും എന്തുകൊണ്ട് നീ ഞങ്ങളോട് മുൻകൂട്ടി പറഞ്ഞില്ല?" അവർ ദേഷ്യത്തോടെ സംസാരിക്കുമ്പോൾ രാഘവയെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "ഞാൻ ഇതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം. തൽക്കാലം പ്രീതി എവിടെയുണ്ട്? അവളെ ഇങ്ങോട്ട് വിളിക്കും." അതോടെ ജയമ്മ കൂടുതൽ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അങ്ങനെ അവരിവരും സംസാരിച്ചുകൊണ്ട് പ്രീതിക്കായി കാത്തിരിക്കുമ്പോൾ വിക്രമിൻ്റെ ശ്രദ്ധ പെട്ടെന്ന് അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സാരികയിലേക്ക് തിരിഞ്ഞു. ഗാന്ധം വലിച്ചടുപ്പിക്കുന്നത് പോലെ വിക്രമിൻ്റെ കണ്ണുകൾ സാരികയിൽ തന്നെ ഉടക്കി നിന്നു. കയ്യിൽ കോഫിയുമായി വരുന്ന അവളിൽ നിന്ന് കണ്ണു മാറ്റാൻ വിക്രമിന് കഴിഞ്ഞില്ല. അവൻ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു, "ഇവൾ പ്രീതി തന്നെയാണോ? എത്ര ലളിതമായിട്ടാണ് ഇരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയുമുണ്ട്. ഞാൻ വരുന്നുണ്ടെന്നറിഞ്ഞിട്ടും ഒരുക്കങ്ങളൊന്നും നടത്തിയിട്ടില്ല. വെറുമൊരു സാധാരണ വേഷത്തിൽ വന്നിട്ട് പോലും ഇത്രയും സുന്ദരിയായി തോന്നാൻ എന്താ കാരണം? ഇവൾ എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ തോന്നുന്നുണ്ടല്ലോ. എനിക്കിവളെ ശരിക്കും ഇഷ്ടപ്പെട്ടു." അവൻ അവളെ തന്നെ നോക്കി അങ്ങനെ ഇരുന്നു പോയി. സാരിക തൻ്റെ അച്ഛന് കോഫി കൊടുക്കുന്നതിനിടയിൽ അവൾ അവൻ്റെ നേരെ തിരിഞ്ഞതും അവളുടെ ചുണ്ടുകൾ ഒരു പുഞ്ചിരി വിരിഞ്ഞു. പക്ഷെ അവനൊരു വീൽചെയറിൽ കണ്ടതും അവൾ ആകെ ഞെട്ടിപ്പോയി. "ചേച്ചി ഇപ്പോഴേ വീട്ടിലെത്തിയതേട്ടുള്ളൂ. അതുകൊണ്ട് റെഡിയായി വരാൻ കുറച്ച് സമയമെടുക്കും. നീ പോയി അവർക്ക് കാപ്പി കൊടുക്കുക" എന്ന് പറഞ്ഞ് അമ്മൂമ്മയാണ് ഇങ്ങോട്ട് കാപ്പിയുമായി അയച്ചത്. "ചേച്ചിയെ പെണ്ണ് കാണാൻ വരാനിരിക്കുന്ന ആളെ കാണാനുള്ള വല്ലാത്തൊരാകാംക്ഷയോടെയാണ് ഞാൻ വന്നത്. പക്ഷെ സത്യത്തിൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ഇത് ശരിക്കും സത്യം തന്നെയാണോ? എന്തോ ഒരു വല്ലാതെ വിചിത്രത തോന്നുന്നു" എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അവൾ വീണ്ടും അല്പം ജാള്യതയോടെ ഒന്ന് പുഞ്ചിരിച്ചു. അവൾ വിക്രമിന് കാപ്പി നീട്ടുമ്പോൾ വിക്രം ആ കാപ്പി വാങ്ങാൻ പോലും നിൽക്കാതെ ഇമ വെട്ടാതെ അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് ശ്രദ്ധിച്ച രാഘവയെ വിക്രമിൻ്റെ തോളിൽ കൈവച്ച് പതുക്കെയൊന്ന് കുലുക്കി. ഇതോടെ വിക്രം പെട്ടെന്ന് ബോധത്തിലേക്ക് വന്നു. "ഇവൾ പ്രീതിയല്ല, ഇവളുടെ പേര് ശാരിക" എന്ന് പറഞ്ഞ് അത് കേട്ടതും വിക്രമിന് വലിയൊരു ഷോക്കായി. അവൻ ഉള്ളിൽ ചെറിയൊരു നിരാശ വന്നു. അവൻ പതുക്കെ കാപ്പി വാങ്ങി കുടിക്കാൻ തുടങ്ങി.
അപ്പോൾ സാരിക അവൻ്റെ നേരെ നോക്കി മാന്യമായി വീണ്ടും ഒന്ന് പുഞ്ചിരിച്ചു. പക്ഷെ അവൻ തിരിച്ചു പുഞ്ചിരിച്ചതേ. അപ്പോഴേക്കും പ്രീതി അങ്ങോട്ട് വന്നു. എന്താ? അതാ അവളാണ് എൻ്റെ മകൾ പ്രീതി എന്ന് രാഘവയ്യ പറഞ്ഞു. പ്രീതി ഒരു ഭംഗിയുള്ള സാരിയൊക്കെ ഉടുത്ത് വന്ന് തൻ്റെ അച്ഛൻ്റെ അരികിലായി നിന്നു. പ്രീതി വിക്രമിനെ കണ്ട മാത്രയിൽ തന്നെ അവൻ്റെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയിരുന്നു. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല മോളെ, എൻ്റെ ഫ്രണ്ടിൻ്റെ മകനെക്കുറിച്ച്. നിങ്ങൾ രണ്ടുപേരും ചേർന്നാൽ നല്ലൊരു ജോഡി ആയിരിക്കും എന്ന്. അത് കേട്ടതും അവളുടെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങി. അവൾ ഉള്ളിൽ ഇങ്ങനെ ആശ്ചര്യപ്പെടുകയായിരുന്നു. അപ്പോൾ ഇയാളാണല്ലേ ആ കോടീശ്വരൻ? പപ്പ ഇയാളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ കരുതി എത്ര പണമുണ്ടെങ്കിലും ഒരു ആവറേജ് ലുക്ക് മാത്രമേ കാണൂ എന്ന്. പക്ഷേ ഇപ്പോൾ നേരിട്ട് കാണുമ്പോൾ ഇത്രയും ഹാൻസം ആണല്ലേ. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇത് കണ്ടാൽ അസൂയ കൊണ്ട് ചത്തുപോകും. ഇത്രയും പണക്കാരനും സുന്ദരമായ ഒരാളെയാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നവർക്ക്. അവൾ എൻ്റെ മുന്നിൽ വന്ന് നെഞ്ചത്തടിച്ചു കയറി. അവൾ ഉള്ളിൽ ഇങ്ങനെ തുള്ളിച്ചാടുകയായിരുന്നു. എന്നാൽ പെട്ടെന്നാണ് അവനൊരു വീൽ ചെയറിൽ ഇരിക്കുകയാണെന്ന കാര്യം അവൾ ശ്രദ്ധിച്ചത്. അത് കണ്ടതും അവളുടെ പുരുകങ്ങൾ ചുളിഞ്ഞു. അവിശ്വാസത്തോടെയും സംശയത്തോടെയും അവൾ അവനെ മുകളിൽ നിന്ന് താഴേക്കൊന്ന് നോക്കി എന്നിട്ട് ചോദിച്ചു, പപ്പ ഒന്ന് നിന്നേ. നിങ്ങൾ എന്നോട് പറഞ്ഞ ആ CEO വിക്രം ശരിക്കും ഇയാൾ തന്നെയാണോ? അവൾക്കതൊട്ടും വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അതേസമയം വിക്രം അവളെ തന്നെ നോക്കുകയായിരുന്നു. അവളുടെ ശബ്ദത്തിൽ നിന്ന് തന്നെ അവൾ എത്രത്തോളം ഞെട്ടിപ്പോയിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. അതെ, പക്ഷേ എന്ന് തൻ്റെ അച്ഛനെ പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ അവൾ എഴുന്നേറ്റ് നിന്നു. ഞാൻ നേരിട്ട് കാര്യത്തിലേക്ക് വരാം. വെറുതെ മര്യാദ കാണിച്ച് എൻ്റെ സമയം കളയാൻ എനിക്ക് വയ്യ. പക്ഷാഘാതം വന്ന ഒരാളെ കല്യാണം കഴിക്കാൻ എനിക്കാവില്ല. ജീവിതാവസാനം വരെ എന്നോടൊപ്പം സ്വന്തം കാലിൽ പോലും നടക്കാൻ കഴിയാത്ത ഒരാളെ, പ്രീതി വളരെ ക്രൂരമായി പറഞ്ഞു നിർത്തി. അവൾ അയാളെ നിരസിച്ച് രീതി കണ്ട് വിക്രം ശരിക്കും ഞെട്ടിപ്പോയി. രാഘവയെ എഴുന്നേറ്റ് നിന്നു. ശാരിക ഭയന്നു പോയിരുന്നു. പ്രീതി നോക്കി സംസാരിക്കും. എൻ്റെ വാക്കിന് നിനക്കൊരു വിലയുമില്ലേ? ഞാൻ എന്തിനാണ് വിക്രമൻ തിരഞ്ഞെടുത്തത്? നിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നതെന്ന് നീ ഒരു നിമിഷം പോലും ആലോചിച്ചില്ലേ? നിനക്കെന്നെ ഒട്ടും വിശ്വാസമില്ല എന്ന് പറഞ്ഞ് അയാൾ അവളുടെ സത്യമെന്തെന്ന് വ്യക്തമാക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവൾ ഇടക്കു കയറി സംസാരിച്ചു. നിർത്തു അച്ഛ, വിക്രം കാണാൻ നല്ല ലുക്കാണെന്നും വലിയ പണക്കാരനാണെന്നും അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ അച്ഛൻ്റെ വാക്കിനെ ബഹുമാനിച്ചു. പക്ഷേ കണ്ണും പൂട്ടി ഒരു അന്ധയെപ്പോലെ ഇങ്ങനെ ഒരാളെ കെട്ടാൻ എനിക്കാവില്ല. എൻ്റെ ഫ്രണ്ട്സ് എന്നെ കണ്ട് ശരിക്കും ഇങ്ങനെയുള്ള ഒരാളാണ് എൻ്റെ ഭർത്താവെങ്കിൽ എനിക്ക് അന്തസ്സ് പൂർണ്ണമായും തകരും. പക്ഷാഘാതം വന്ന കിടപ്പിലായ ഒരാളുടെ ഭാര്യയായി ജീവിതാവസാനം വരെ ശുശ്രൂഷ ചെയ്യുക എന്ന് പറഞ്ഞ് പ്രീതിയുടെ വാക്കുകൾ കേട്ട് രാഘവയുടെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു. പ്രീതി അത്രമാത്രം കഠിന ഹൃദയമുള്ളവളാണെന്ന് ആലോചിച്ചു. സങ്കടവും ദേഷ്യവും അടക്കാനാവാതെ അയാൾ കൈകൾ ചുരുട്ടി പിടിച്ചു. അവളോട് ഇനി കൂടുതലൊന്നും സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുപോലെ അയാൾ മുഖം തിരിച്ചു. എന്നാൽ പ്രീതിക്ക് അതിലൊന്നും ഒരു കുറ്റബോധവും തോന്നിയില്ല. പക്ഷെ സാരിക ഇതൊക്കെ കണ്ട് അതീവ ദുഃഖത്തോടെ അവിടെ മിണ്ടാതെ നിൽക്കുകയായിരുന്നു. അവൾ ഇതിനിടയിൽ ഒരക്ഷരം പോലും ഇടപെട്ട് സംസാരിച്ചില്ല. അപ്പോഴാണ് രാഘവയ്യ വിക്രമിൻ്റെ നേരെ നോക്കിയത്. വിക്രം അപ്പോഴേക്കും വല്ലാത്തൊരു അസ്വസ്ഥതയോടെ എന്തോ സംസാരിക്കാൻ തുടങ്ങുകയായിരുന്നു. അത് കണ്ട് രാഘവയ്യ പെട്ടെന്ന് ഇടക്ക് വെച്ച് സംസാരിച്ചു. ഒരു നിമിഷം വിക്രം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ തൻ്റെ മകളായ സാരികയുടെ നേരെ തിരിഞ്ഞു. സാരിക, നീ വിക്രമിനെ കല്യാണം കഴിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. നിന്റെ അച്ഛൻ്റെ വാക്കുകൾ കേട്ട് നീ ഇതിന് സമ്മതിക്കുമോ? അത് കേട്ട് വിക്രം ശരിക്കും ഞെട്ടിപ്പോയി. അവൻ സാരികയുടെ മറുപടിക്കായി അവളുടെ മുഖത്തേക്ക് നോക്കി. സാരിക അപ്പോഴേക്കും വലിയ കണ്ണുകളോടെ അത്ഭുതപ്പെട്ട് അയാൾ തന്നെ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് അവൾ പറഞ്ഞു, തീർച്ചയായും ഞാൻ കല്യാണം കഴിക്കാം അച്ഛ. അവളുടെ ആ മറുപടി കേട്ട് ഇത്തവണ പ്രീതിയാണ് പാടെ ഞെട്ടിപ്പോയത്. ഹേ, നീ എന്താ അവൻ വല്ല രാജകുമാരനാണെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? നിനക്ക് കണ്ണു കണ്ടുകൂടെ? അവന് സ്വന്തമായി എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയില്ല. പക്ഷാഘാതം വന്ന് ചിരിച്ചറിയിരിക്കുന്ന ഒരാളാണ് അവൻ. അവന് നിന്നെ ഒരു തരത്തിലും സന്തോഷിപ്പിക്കാൻ കഴിയില്ല. അച്ഛനോടുള്ള നിന്റെ അന്ധമായ വിശ്വാസം കാരണം പക്ഷാഘാതമുള്ള ഒരാളൊപ്പം ചേർന്ന് നിന്റെ ഭാവി നശിപ്പിക്കരുത്. പ്രീതി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ വിക്രം സാരികയെ തന്നെ നോക്കുകയായിരുന്നു. അവൾ ഇതിന് എന്താണ് മറുപടി പറയാൻ പോകുന്നറിയാൻ. പക്ഷെ അവൾ പറഞ്ഞ മറുപടി കേട്ട് അവൻ പൂർണ്ണമായും സ്തംഭിച്ചു പോയി. എൻ്റെ ഭാവി ഭർത്താവിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ഒന്ന് ആലോചിച്ചു സംസാരിക്കുക ചേച്ചി. അദ്ദേഹത്തെക്കുറിച്ചൊരു ബഹുമാനവുമില്ലാതെ സംസാരിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? എൻ്റെ ദൈവമേ, ഇവനാണോ നിന്റെ ഭാവി ഭർത്താവ്? നിനക്ക് ശരിക്കും ഭ്രാന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രീതി അവിടെ നിന്നും ഇറങ്ങിപ്പോയി. രാഘവയെ വിക്രമിൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അരികിലേക്ക് വിളിച്ചു. അതോടെ വിക്രം സാരികയെ നോക്കുന്നത് നിർത്തി. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ശ്രദ്ധ തിരിച്ചു. ആ സമയം സാരികയും അവിടെ നിന്നും തൻ്റെ ബെഡ്റൂമിലേക്ക് പോയി. വിക്രം, എന്നോട് ക്ഷമിക്കണം. പക്ഷെ ഞാൻ നിനക്ക് തന്ന വാക്കുപ്രകാരം എൻ്റെ മകൾ നിന്നെ തന്നെ കല്യാണം കഴിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ആ വാക്കുപ്രകാരം സാരികയെ നിനക്ക് വേണ്ടി ആലോചിക്കാം.
സോറി, നിന്നോടൊരു വാക്ക് പോലും ചോദിക്കാതിന്. പക്ഷെ ഞാൻ എന്തുകൊണ്ട് ചോദിച്ചാലെന്ന് നിനക്കറിയാമോ? കാരണം സരിക നടന്നു വരുമ്പോൾ നീ അവളെ നോക്കിയ നോട്ടം ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ആദ്യ കാഴ്ചയിൽ തന്നെ നിനക്ക് സാരികയെ അത്രമേൽ ഇഷ്ടപ്പെട്ടിരുന്നു. അതിന് വിക്രം ഒന്ന് പുഞ്ചിരിച്ചു. അതേന്ന് സമ്മതിക്കുന്ന മട്ടിൽ അവൻ ചോദിച്ചു. നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലെങ്കിൽ എനിക്ക് സാരികയുടെ ഫോൺ നമ്പർ ഒന്ന് തരുമോ? അത് കേട്ട് രാഘവയ്യ മുഖത്തൊരു കുസൃതിച്ചിരിയോടെ പറഞ്ഞു. അതെന്താ മോനെ, അതിപ്പോൾ പ്രത്യേകം ചോദിക്കണം? ദാ ഇപ്പോൾ തന്നെ എടുത്തോളൂ. സമയം രാത്രി 9 മണി കഴിഞ്ഞിരുന്നു. സാരിക തൻ്റെ ബെഡ്റൂമിലെ ജനലരികിൽ വന്നിരുന്നു. പുറത്ത് തകർത്തു പെയ്യുന്ന മഴയിലേക്ക് നോക്കി കാൽമുട്ടുകൾ നെഞ്ചോട് ചേർത്ത് വെച്ച് അവൾ ഇരിക്കുകയാണ്. തണുത്ത കാറ്റ് വന്ന് തൊട്ടപ്പോൾ അവളുടെ തലമുടികൾ കാറ്റിൽ നൃത്തം വെക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അവളുടെ ഫോൺ ബെല്ലടിക്കാൻ തുടങ്ങിയത്. അവൾ ഫോൺ എടുത്ത് നോക്കി. അതൊരു അപരിചിത നമ്പറായിരുന്നു. ആരായിരിക്കും ഈ സമയത്ത് വിളിക്കുന്നത് എന്ന സംശയത്തോടെ അവൾ ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ, ആരാണ്? അവൾ ചോദിച്ചു. ആദ്യം മറുഭാഗത്തു നിന്നും പൂർണ്ണമായ നിശബ്ദതയായിരുന്നു. പിന്നീട് ഗാംഭീര്യമുള്ളൊരു ശബ്ദം കേട്ടു. നീ ആരെക്കുറിച്ചും ഒന്നും അന്വേഷിക്കാതെയാണോ കല്യാണത്തിന് സമ്മതിച്ചത്? ഞാൻ തന്നെയാണ്. വിക്രമാദ്യമായിട്ടാണ് അവളോട് സംസാരിക്കുന്നത്, അതും ഈ സമയത്ത്. പെട്ടെന്ന് ഫോൺ വിളിക്കുക കൂടി ചെയ്തപ്പോൾ അവൾക്കാകെ സർപ്രൈസായി. ഹേയ്, എന്താ ഇത്? ഒന്നും സംസാരിക്കാത്തതെന്താ? ഞാനിപ്പോൾ വിളിച്ചതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. അതെ, അതിനവന് ദീർഘശ്വാസം എടുത്ത് പറഞ്ഞു. ഞാൻ എൻ്റെ റൂമിലിരുന്ന് പുറത്തെ മഴ നോക്കി നിന്നെക്കുറിച്ച് തന്നെയാണ് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഈ പെൺകുട്ടി എന്നെ പോലെയുള്ള ഒരാളെ കല്യാണം കഴിക്കാൻ എങ്ങനെ സമ്മതിച്ചു എന്ന്. ഞാൻ അവൾക്ക് പറ്റിയ ആളല്ല എന്ന് അറിഞ്ഞിട്ടും. അവൻ എങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവൾ പെട്ടെന്ന് തടസ്സപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. എന്തുകൊണ്ട് സമ്മതിച്ചുകൂടാ? നിങ്ങൾക്കെന്താ ഒരു കുറവ്? അവളുടെ വാക്കുകൾ അവനെ ആകെ കുഴപ്പത്തിലാക്കി. അവൾ തുടർന്നു. ഈ ലോകത്ത് ആരും പെർഫെക്റ്റ് അല്ല. നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഞാൻ നിങ്ങളെ സ്വീകരിക്കും. എനിക്കതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ അവൻ പെട്ടെന്ന് അവളെ തടഞ്ഞുകൊണ്ട് സംസാരിച്ചു. പക്ഷെ ഞാൻ ഒരു വികലാംഗനാണെന്ന കാര്യം നിനക്ക് തോന്നുന്നില്ലേ? സ്വയം അങ്ങനെ വിളിക്കുന്നത് എനിക്കൊട്ടും ഇഷ്ടമല്ല. അവളുടെ മറുപടി കേട്ടപ്പോൾ അവൻ ഉള്ളിൽ എത്രത്തോളം സന്തോഷിക്കുമെന്നും നിയന്ത്രിക്കാൻ പെടുകയായിരുന്നുവെന്നും അവനെ മാത്രമേ അറിയാമായിരുന്നുള്ളൂ. ഇനിയൊരിക്കലും ഞാൻ അങ്ങനെ പറയില്ല, അവൻ പറഞ്ഞു. ദാറ്റ്സ് ഗുഡ് വിക്രം. പക്ഷെ അതിനുശേഷം അവിടെ വലിയൊരു നിശബ്ദതയായിരുന്നു. മഴത്തുള്ളകൾ വീഴുന്ന ശബ്ദം മാത്രമാണ് കേൾക്കാൻ കഴിഞ്ഞത്. എന്താ പെട്ടെന്ന് സൈലൻ്റ് ആയത്? എന്നെ ഒന്നുകൂടി ആ പേര് വിളിക്കാമോ എന്നവൻ ചോദിച്ചപ്പോൾ അവൾ ആദ്യം ഒന്ന് ചിരിച്ചു. അവൾ വീണ്ടും വിക്രം എന്ന് വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു. എല്ലാവരും എന്നെ ഈ പേര് വിളിക്കാറുണ്ടെങ്കിലും എനിക്കിതുവരെ ഒന്നും തോന്നിയിട്ടില്ല. പക്ഷെ നീ വിളിക്കുമ്പോൾ ഉള്ളിൽ എന്തോ ഒരു സന്തോഷമാണ്. അവൻ്റെ ആ വാക്കുകൾ കേട്ടതും അവളുടെ മുഖത്ത് ചെറിയ പുഞ്ചിരി വന്നു. ഒരു രജിസ്റ്റർ മാരേജ് ചെയ്താൽ നന്നായിരിക്കുമെന്ന് നിങ്ങളുടെ പപ്പ പറഞ്ഞു, സിമ്പിളായിട്ട്. എങ്ങനെയാ ഹോൾഡിങ്? എനിക്കിപ്പോൾ പേരൻസ് ഇല്ലല്ലോ, അതുകൊണ്ട് ഒരുപാട് ബന്ധുക്കൾ വിളിക്കുന്നതിലൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷെ കല്യാണം എന്ന് പറയുമ്പോൾ പലർക്കും ഒരുപാട് ആഗ്രഹങ്ങൾ കാണുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ പപ്പയോട് എൻ്റെ ഡിസിഷൻ ഇതുവരെ പറയാതിരുന്നത്. നീ എന്താണ് ആലോചിക്കുന്നത്? നിനക്ക് എങ്ങനെ കല്യാണം നടത്താനാണ് ഇഷ്ടം? നിങ്ങളുടെ ഇഷ്ടം, അവൾ ചെറിയ നാണത്തോടെ പറഞ്ഞു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവരുടെ രജിസ്റ്റർ മാരേജും കഴിഞ്ഞു. സരിക വളരെ സന്തോഷത്തോടെ അവൻ്റെ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറി. സരിക തൻ്റെ ബാഗിൽ നിന്നും ഡ്രസ്സുകളും സാരികളും മറ്റു സാധനങ്ങളുമെല്ലാം പുറത്തെടുത്ത് അവരുടെ ബെഡ്റൂമിൽ വൃത്തിയായി ഒതുക്കി വെക്കുകയാണ്. മറുഭാഗത്ത് വിക്രം കട്ടിലിൽ ഇരുന്ന് തൻ്റെ ജോലിയിൽ മുഴുകിയിരിക്കുന്ന അവളെ തന്നെ നിമവട്ടാതെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് സരികക്ക് അവളുടെ മുത്തശ്ശിയുടെ ഫോൺ വരുന്നത്. ലഗേജ് ഒതുക്കി വെക്കുന്നതിൽ തന്നെ അവൾ ഫോൺ അറ്റൻഡ് ചെയ്തു സ്പീക്കറിലിട്ട് അടുത്തുള്ള ടേബിളിൽ വെച്ചു. ആ പറമോളെ, എന്തൊക്കെയുണ്ട് വിശേഷം? എന്താ ചെയ്യുന്നത് സരിക? അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ, എല്ലാം ഓക്കെ അല്ലേ? എല്ലാം നന്നായിരിക്കുന്നു മുത്തശ്ശി. ഞാൻ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുകയാണ്. ഇത് കഴിഞ്ഞ ഉടനെ കിടക്കണം, നല്ല ക്ഷീണമുണ്ട്. അവർ രണ്ടുപേരും സംസാരിക്കുന്നത് വിക്രം മിണ്ടാതെ കേട്ടുകൊണ്ട് അവളെ തന്നെ കൗതുകത്തോടെ നോക്കിയിരിക്കുകയാണ്. എന്നാലും കുറച്ചകലം പാലിച്ചോണം, കിടന്നോടും. ശോഭനത്തിനുള്ള മുഹൂർത്തം 3 ദിവസത്തിന് ശേഷമാണ് വന്നിരിക്കുന്നത് എന്നും മുത്തശ്ശി ഫോണിലൂടെ നേരിട്ട് ആ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കെ പെട്ടെന്നാണ് സരിക തൻ്റെ കയ്യിലിരുന്ന ഡ്രസ്സ് താഴെയിട്ടത്. അവൾ പെട്ടെന്ന് തന്നെ ഫോണെടുത്ത് ടേബിളിൽ വെച്ചിരുന്ന് സ്പീക്കർ ഓഫ് ചെയ്ത് ചെവിയോട് ചേർത്ത് പിടിച്ചു. അവളുടെ ഭാവം കണ്ടിട്ട് വിക്രമിന് ചിരി വന്നു. അവൾ അവനെ നോക്കിക്കൊണ്ട് ഫോണിലൂടെ പറഞ്ഞു. അയ്യോ മുത്തശ്ശി, എത്ര തവണ പറഞ്ഞു തന്നെ പറയും. എനിക്ക് മനസ്സിലായി, ഇനി വീണ്ടും വീണ്ടും പറയില്ല. ശരി, ഞാൻ വെക്കുകയാണ്. അവൾ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. അതിനുശേഷം അവൾ പതുക്കെ വിക്രമിന് നേരെ. അത് മുത്തശ്ശി അങ്ങനെ ഒരു ടൈപ്പാണ്, പറയുന്നതൊന്നും അത്ര കാര്യമാക്കേണ്ട എന്നവൾ വളരെ ചമ്മലോടെ പറയുന്നത് കാണാൻ അവന് നല്ല ഭംഗി തോന്നി. ശരി, നിന്റെ ജോലി കഴിഞ്ഞോ?
അവൾ അതേന്ന് തലയാട്ടി അവൻ്റെ അടുത്ത് വന്ന് ബെഡിൽ ഇരുന്നു. എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്, നിന്നെ കാണുമ്പോൾ എനിക്ക് പണ്ട് നന്നായി അറിയാവുന്ന ഒരു പെൺകുട്ടിയെ പോലെയുണ്ട് എന്നാൻ പറഞ്ഞപ്പോൾ അവൾ അവനെ വളരെ നിഷ്കളങ്കമായി നോക്കിക്കൊണ്ട് ചോദിച്ചു, സത്യമാണോ? നിങ്ങളുടെ അച്ഛനും എൻ്റെ അച്ഛനും പണ്ട് കൂട്ടുകാരായിരുന്നല്ലോ. അതുകൊണ്ട് ചെറുപ്പത്തിൽ നമ്മൾ എപ്പോഴെങ്കിലും തമ്മിൽ കണ്ടിട്ടുണ്ടാകാം. അതിനവൻ അവളെ കണ്ണുറുക്കി നോക്കിക്കൊണ്ട്, അങ്ങനെയാണോ? അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ എൻ്റെ ഭർത്താവും ഞാൻ നിങ്ങളുടെ ഭാര്യയുമായിരുന്നിരിക്കണം. അന്ന് നമ്മൾ തമ്മിൽ ഉണ്ടായ വഴക്കുകൾ തീരാത്തത് കൊണ്ടാകും ഈ ജന്മത്തിലും വീണ്ടും ഭാര്യയും ഭർത്താവുമായി അടിപിടി കൂടാൻ വേണ്ടി ജനിച്ചത് എന്ന് പറഞ്ഞ് ചിരിച്ചു. അത് കേട്ട് അവനും ചിരി വന്നു. അവളുടെ ചിരി കണ്ടുകൊണ്ട് അവൻ ചോദിച്ചു, നീ എപ്പോഴും ഇങ്ങനെയാണോ സംസാരിക്കാറുള്ളത്? അവർ രാത്രി മുഴുവൻ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നു. ഒടുവിൽ പുലർച്ചയോടെയാണ് ഇരുവരും ഉറങ്ങാൻ കിടന്നത്. രാവിലെ 10 മണിക്ക് സരിക എഴുന്നേറ്റ് അവളുടെ ആ വലിയ വീട് മുഴുവൻ നടന്നു കാണുകയായിരുന്നു. അവൻ എങ്ങനെയാണ് ഇവിടെ ഒറ്റയ്ക്ക് കഴിയുന്നതെന്നും ജോലിക്കാരൊക്കെ എങ്ങനെയാണ് പണിയെടുക്കുന്നതെന്നുമൊക്കെ അവൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ചേച്ചിയുടെ ഫോൺ കോൾ വരുന്നത്. അവൾ ഫോണെടുത്തു. അവനോടൊപ്പമുള്ള ലൈഫ് എങ്ങനെയുണ്ട്? എങ്ങനെ പോകാനാ ചേച്ചി? ഓഫ് കോഴ്സ് കുഴപ്പമൊന്നുമില്ല, നന്നായി പോകുന്നു. നീ കള്ളം പറയുന്നെന്നോ? സംശയമില്ല. അങ്ങനൊരു വികലാംഗൻ്റെ കൂടെ നീ എങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാനാണ്? ഞാൻ പറയുന്ന കേട്ട് അവന് ഡിവോഴ്സ് കൊടുത്ത് നീ വേറെ ഒരാളെ കല്യാണം കഴിച്ച് ജീവിക്കാൻ നോക്ക് എന്ന് പറഞ്ഞും ശാരിക ഫോണിലൂടെ ദേഷ്യപ്പെട്ട് ഉറക്കി വെച്ചു. പ്രീതി, നിന്റെ നാവിന് തോന്നിയതൊക്കെ വിളിച്ചു പറയരുത്. ഇനി ഒരൊറ്റ വാക്ക് അവനെക്കുറിച്ച് മോശമായി സംസാരിച്ച നീ എൻ്റെ ചേച്ചിയാണെന്ന കാര്യം പോലും എനിക്ക് മറക്കേണ്ടി വരും. ശരി ശരി, എന്നെ ക്ഷമിക്ക്. ഇനി ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കില്ല. നിനക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കും. അതിരിക്കട്ടെ, നാളത്തെ കാര്യത്തെക്കുറിച്ച് എന്താണ് പ്ലാനിങ് എന്ന് ചോദ്യം കേട്ടതും ശാരിക കാര്യം മനസ്സിലാകാതെ അല്പം കൺഫ്യൂഷനായി. അതെന്നാ? നാളെ നിന്റെ ബർത്ത്ഡേ അല്ലേ? നമുക്ക് നാളെ ജസ്റ്റ് പുറത്തൊക്കെ ഒന്ന് പോയി വരുന്നോ? ഇല്ല, ഞാൻ വരുന്നില്ല. അതെന്താ? അവൻ നിന്റെ ബർത്ത്ഡേക്ക് എന്തെങ്കിലും സർപ്രൈസ് പ്ലാൻ ചെയ്യുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ നാളെ എൻ്റെ ബർത്ത്ഡേ ആണെന്ന കാര്യം ഞാൻ അവനോട് പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറഞ്ഞ് ശാരിക ഫോൺ കട്ട് ചെയ്തു. പിറ്റേന്ന് രാവിലെ ശാരിക ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആരോ തന്നെ വന്ന് വിളിക്കുന്നത് പോലെ അവൾക്ക് തോന്നിയത്. അവൾ എഴുന്നേറ്റ് നോക്കിയപ്പോൾ അവിടെ നിൽക്കുന്നത് അവളുടെ മുത്തശ്ശിയായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ശാരിക എന്ന് പറഞ്ഞുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു. അവൾക്ക് ഒരുപാട് സന്തോഷമായി. അവൾ എഴുന്നേറ്റ്, താങ്ക്സ് മുത്തശ്ശി. നിങ്ങൾ എപ്പോഴാണ് വന്നത്? ഞങ്ങളിപ്പോൾ വന്നതേയുള്ളൂ. നിന്റെ അച്ഛനും ചേച്ചിയും താഴെയുണ്ട്. ഈ റിങ് ഇട്ടോ എന്ന് പറഞ്ഞ മുത്തശ്ശി അവൾക്കൊരു സമ്മാനം നൽകി. വാവ്, അടിപൊളിയായിട്ടുണ്ട്. താങ്ക്സ് മുത്തശ്ശി. വേഗം റെഡിയായി ലിവിംഗ് റൂമിലേക്ക് വാ എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോയി. ശാരിക ഉടനെ തന്നെ ഫോണെടുത്ത് വിക്രമിനെ വിളിക്കാൻ നോക്കി. പക്ഷെ അയാൾ അവളുടെ കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. ഇയാൾ ശരിക്കും എങ്ങോട്ടാണ് പോയത്? ഞാൻ ഉണരുമ്പോൾ തന്നെ ഇയാളെ കാണണമെന്നും ഇയാളായിരിക്കണം എനിക്ക് ആ ജന്മദിനാശംസകൾ നേരേണ്ടതെന്നും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ശരി വിടും, അത്രയും ജോലി തിരക്കുള്ള ഒരാളിൽ നിന്നും നമ്മൾ ഇതൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ലല്ലോ എന്ന് സ്വയം ചിന്തിച്ചുകൊണ്ട് അവൾ ഫ്രഷ് ആകാനായി ബാത്റൂമിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് മുത്തശ്ശി നൽകിയ മനോഹരമായ സ്കൈ ബ്ലൂ സാരിയും ആഭരണങ്ങളും അണിഞ്ഞ് അവൾ മുന്നിലെ മുടിയൊതുക്കി ബാക്കിലേക്ക് പിന്നിട്ടു. ബാക്കി മുടി അങ്ങനെ തന്നെ ഫ്രീ ആയി ഇട്ടു. എന്നിട്ട് താഴെ ലിവിംഗ് റൂമിലേക്ക് ഗോവണിപ്പടികൾ ഇറങ്ങി നടന്നു. പെട്ടെന്നാണ് കറണ്ട് പോയെങ്കിലും പതുക്കെ കൈവരിയിലെ മുറുകെ പിടിച്ച് ഇരുട്ടില്ലിയുടെ പടികൾ താഴേക്കിറങ്ങി. താഴേക്ക് എത്തുന്തോറും അന്തരീക്ഷത്തിൽ പലതരം പൂക്കളുടെ സുഗന്ധം അവൾക്ക് അനുഭവപ്പെട്ടു. അപ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ പല വർണ്ണങ്ങളിലുള്ള ലൈറ്റുകൾ അവിടെ മിന്നിത്തിളങ്ങിയത്. ചുറ്റും പ്രകാശം പരന്നതോടൊപ്പം ഹാപ്പി ബർത്ത്ഡേ സരിക എന്ന ആശംസകൾ അവിടെയെങ്ങും പ്രതിധ്വനിച്ചു. നോക്കുമ്പോൾ അവിടെ അച്ഛനും മുത്തശ്ശിയും കയ്യിൽ പൂച്ചെണ്ടുമായി നിൽക്കുന്നു. മനോഹരമായ പൂക്കളാലുള്ള അലങ്കാരങ്ങളും മിന്നിത്തിളങ്ങുന്ന ലൈറ്റുകളും കണ്ടവളാകെ അത്ഭുതപ്പെട്ടു പോയി. എന്നാൽ അവിടെ സോഫയിലിരുന്ന പ്രീതിയുടെ മുഖത്ത് മാത്രം ദേഷ്യവും മടുപ്പും കലർന്നൊരു ഭാവമായിരുന്നു. അവൾ ഇതൊക്കെ നോക്കി കാണുകയായിരുന്നു. ഇങ്ങനെ വീട്ടിൽ വെച്ച് ബർത്ത്ഡേ ആഘോഷിക്കുന്നത് അവൾക്ക് ഒട്ടും ഇഷ്ടമല്ല. പബ്ബുകളിൽ പോയി പാർട്ടി നടത്തിയാലേ അതൊരു ബർത്ത്ഡേ ആഘോഷമായി അവൾക്ക് തോന്നാറുള്ളൂ. അപ്പോഴേക്കും അവർ അവൾക്ക് പൂക്കൾ സമ്മാനിക്കുകയായിരുന്നു. താങ്ക്സ് ഡാഡ്, ഡെക്കറേഷനൊക്കെ സൂപ്പറായിട്ടുണ്ട്. ഇത്ര പെട്ടെന്ന് ഇതൊക്കെ എങ്ങനെ ഒപ്പിച്ചു? പ്ലാൻ കലക്കിയിട്ടോ? ഒരൊറ്റ രാത്രി കൊണ്ട് ഇതൊക്കെ ചെയ്തു തീർത്തത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവൾ വളരെ സന്തോഷത്തോടെ പറഞ്ഞു നിർത്തിയപ്പോഴേക്കും, ഇതൊക്കെ പ്ലാൻ ചെയ്തത് ഞങ്ങളല്ല മോളെ, നിന്റെ ഭർത്താവ് വിക്രമാണ്. അവൻ തന്നെയാണ് ഇവിടെയുള്ള ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് നിന്നെ ഇങ്ങനെ സർപ്രൈസ് ആക്കിയത്. വിക്രമിൻ്റെ പേര് കേട്ടതും അവളുടെ മുഖം ആകെ സന്തോഷം കൊണ്ട് തിളങ്ങി. സത്യമാണോ? അവൻ എവിടെയുണ്ട് ഇപ്പോൾ? അവൾ ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ രാഘവയും മുത്തശ്ശിയും പരസ്പരം മാറി നിന്നു. അവരുടെ പിറകിലായി വീൽ ചെയറിലിരുന്ന് കൈകളിൽ ഒരു റോസാപ്പൂ ചെണ്ടും പിടിച്ച് അവൾക്കായി
കാത്തു നിൽക്കുന്ന വിക്രമിനെ അവർ കാണിച്ചു കൊടുത്തു. അവനെ കണ്ടപാടെ സാരികാകെ നാണം കൊണ്ടുപോയി. അത് കണ്ട് അവൻ ചിരിച്ചപ്പോൾ ഇതൊക്കെ നോക്കി നിന്ന പ്രീതി മനസ്സിൽ ഇങ്ങനെ കുറ്റപ്പെടുത്തി. എൻ്റെ ദൈവമേ, ഇതെന്തൊരു കഷ്ടമാ. ഒരു വീൽ ചെയറിൽ ഇരിക്കുന്ന തളർന്നു പോയ രോഗിയെ കണ്ട് സാരിക എന്തിനാ ഇങ്ങനെ നാണിക്കുന്നത്? അവരിരുവരും പരസ്പരം മേഡ് ഫോർ ഈച്ച് അതർ ആണെന്ന മട്ടിൽ നോക്കുന്നതും നാണിക്കുന്നതും ഒക്കെ കണ്ടിട്ട് എനിക്ക് സമാധാനത്തോടെ ഇവിടെ നിൽക്കാൻ പോലും കഴിയുന്നില്ല. ഹാപ്പി ബർത്ത്ഡേ ശാരിക. അവൾ അവനിൽ നിന്നും കുറച്ചകലെ മാറി നിൽക്കുമ്പോൾ തന്നെ അവൻ തൻ്റെ കയ്യിലിരുന്ന ബൊക്കെ അവളുടെ നേർക്ക് നീട്ടി. ഇനിയിപ്പോൾ നിനക്ക് എന്താ വേണ്ടത്? ഈ സർപ്രൈസ് പോരെ? അവൻ അത്ഭുതത്തോടെ ചോദിച്ചു. അയ്യോ, ഇതൊന്നും പോരാ, എനിക്ക് ഇതിനേക്കാൾ വലിയ സർപ്രൈസ് വേണം. അവൻ്റെ കപ്പാസിറ്റി എന്താണെന്ന് അറിയാത്തത് കൊണ്ട് അവൾ അവനെ വെറുതെ ഒന്നുകൂടെ കളിയാക്കാൻ നോക്കുകയാണ്. ശരി, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി വേറൊരു സർപ്രൈസ് കൂടി കാത്തിരിപ്പുണ്ട്. പക്ഷെ എൻ്റെ ആ സർപ്രൈസ് പുറത്തു വന്നാൽ നീ എന്തുമാത്രം അത്ഭുതപ്പെടും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അവനൊരു സ്റ്റേജിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് പ്രീതി കണ്ണുകൾ ഉരുട്ടി കാണിച്ച് ദേഷ്യത്തോടെ ദീർഘശ്വാസം വിട്ടുകൊണ്ട് മനസ്സിൽ വിചാരിച്ചു. ഓ, ഇവരുടെ കാണിച്ചു കൂട്ടലുകൾ കണ്ടു നിൽക്കാൻ വയ്യപ്പ. അവൾ ചോദിക്കുന്നതും അതിനവൻ എന്തോ വലിയ കാര്യം ചെയ്യാൻ പോകുന്ന മട്ടിൽ മറുപടി പറയുന്നതും. ഓഫ്, എങ്കിലും അവളെ അത്രത്തോളം സർപ്രൈസ് ചെയ്യാൻ മാത്രം ഇവൻ എന്ത് ചെയ്യാൻ കഴിയും? ആകപ്പാടൊരു വീൽചെയറിൽ ഇരിക്കുകയല്ലാതെ. അവൾ തോളിലേക്ക് വീണ് കിടക്കുന്ന മുടി പുറകിലോട്ട് ഒതുക്കിക്കൊണ്ട് പറഞ്ഞു. ഹലോ, നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ ഇവിടെ തന്നെ കാണും. ആദ്യം നിങ്ങൾ എനിക്കുള്ള സർപ്രൈസ് എന്താണെന്ന് കാണിക്കുക. പെട്ടെന്നാണ് വിക്രം തൻ്റെ വീൽചെയറിൽ നിന്ന് എഴുന്നേറ്റ് ശാരികയുടെ നേർക്ക് നടക്കാൻ തുടങ്ങിയത്. അത് കണ്ടതും അവളുടെ വാക്കുകൾ തൊണ്ടയിൽ കുടുങ്ങിപ്പോയി. സംസാരം പകുതി വെച്ച് മുറിഞ്ഞു. പ്രീതിയാകട്ടെ വലിയൊരു ഞെട്ടലോടെ സോഫയിൽ നിന്ന് എഴുന്നേറ്റു. വിക്രം, ഇതെങ്ങനെ സാധ്യമായി? എനിക്കിപ്പോഴും ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവൾ പതറിക്കൊണ്ട് അവൻ താഴേക്ക് നോക്കി ചെറുതായി പുഞ്ചിരിച്ചു. അവൾക്ക് എന്തു തോന്നുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. അല്ലെങ്കിലും എൻ്റെ സർപ്രൈസ് എങ്ങനെയുണ്ടെന്ന് നീ ഇതുവരെ പറഞ്ഞില്ലല്ലോ. ആ സർപ്രൈസിൻ്റെ പൂർണ്ണമായ ആഘാതത്തിൽ ബാലൻസ് തെറ്റി അവൾ താഴേക്ക് വീഴാൻ പോയപ്പോൾ അവൻ തൻ്റെ മറ്റേ കൈ കൊണ്ട് അവളെ താങ്ങിപ്പിടിച്ചു. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു. താൻ കാണുന്നത് സത്യം തന്നെയോ എന്ന് വിശ്വസിക്കാൻ കഴിയാതെ അവൾ ആകെ ആശയക്കുഴപ്പത്തിലായിരുന്നു. വിക്രം വളരെ സ്റ്റേയായി അവൾക്കൊരു ബൊക്കെ കൊണ്ടു നൽകി. ആരോ പറഞ്ഞിരുന്നല്ലോ താൻ വീഴാതെ നേരെ നിൽക്കുമെന്ന്. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ ചെരിഞ്ഞു വീണതെന്താ? കണ്ടിട്ട് എൻ്റെ ഈ സർപ്രൈസ് താങ്ങാൻ പറ്റാത്ത മട്ടാണല്ലോ. എനിക്ക് താങ്ങാൻ പറ്റുന്നുണ്ട്. അവൾ തപ്പിത്തളഞ്ഞ് സംസാരിക്കുമ്പോൾ സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ഇതെങ്ങനെ സാധിച്ചു വിക്രം? അവൻ ആശ്വാസത്തോടെ ഒരു നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു. എനിക്ക് പക്ഷാഘാതമൊന്നുമില്ല. എൻ്റെ ഭാവി വധുവിനോട് ആദ്യത്തെ മീറ്റിങ്ങിൽ കുറച്ചു നേരം ഞാൻ അങ്ങനെ അഭിനയിച്ചതാണ്. എന്നിട്ട് സത്യം പറഞ്ഞ് സർപ്രൈസ് തരാമെന്നാണ് വിചാരിച്ചത്. ഒപ്പം ഒരു അനുസരണയുള്ള നല്ലൊരു പെൺകുട്ടിയെ മാത്രമേ എൻ്റെ മനസ്സ് ആഗ്രഹിച്ചിരുന്നുള്ളൂ. അവൻ കാര്യങ്ങൾ വിശദീകരിച്ച് തീർക്കുന്നതിന് മുമ്പ് തന്നെ പ്രീതി ഉറക്കെ വിളിച്ചു പറഞ്ഞു. നിർത്ത്, നിനക്ക് എങ്ങനെ ഇങ്ങനെ അഭിനയിക്കാൻ തോന്നി? റിയാലിറ്റി മനസ്സിലായപ്പോൾ അവൾ ദേഷ്യത്തോടെ ആക്രോശിച്ചു. തനിക്ക് പോലും അറിയാതൊരു കോടീശ്വരനെയാണ് തനിക്ക് നഷ്ടമായതെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ആ നിരാശയിൽ അവൾ വീണ്ടും അലറി. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല വിക്രം. ഒരു സാധാരണക്കാരനായി എന്ന് അവന് പക്ഷാഘാതം ഇല്ലെന്നറിഞ്ഞ സ്ഥിതിക്ക് അവൻ വീണ്ടും എനിക്ക് തന്നെ വേണം. ഐ വാണ്ട് ഹിം. വിക്രമത്തെ പോലൊരുത്തനെ എനിക്ക് നഷ്ടപ്പെടുത്താൻ കഴിയില്ല. ഞാൻ അവനെ എല്ലാ വിധത്തിലും അനുയോജ്യമായവളാണ്. അവൾ സ്വന്തം അച്ഛനോടായി പറഞ്ഞു. അച്ഛാ, നിങ്ങൾ അവനെ ആദ്യം എൻ്റെ അടുത്തേക്ക് തന്നെയല്ലേ കൂട്ടിക്കൊണ്ടുവന്നത്. അതുകൊണ്ട് അവനെ എനിക്ക് തന്നെ തന്നേക്കും. ഇത് കേട്ട് സാരിക ഭയത്തോടെ വിക്രമിൻ്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചു. അവൾ ചിന്തിച്ചത് അവളുടെ അച്ഛൻ ഇതിന് സമ്മതിക്കുമോ എന്നായിരുന്നു. പെട്ടെന്ന് അച്ഛൻ ദേഷ്യത്തോടെ പറഞ്ഞു. മിണ്ടാതിരിക്ക്. വെറുതെ അനാവശ്യം വിളിച്ചു പറയരുത്. അതുകൊണ്ടല്ലേ നിന്നോട് ഞാൻ ആദ്യമേ ചോദിച്ചത്. നിനക്ക് വിശ്വാസമില്ല എന്ന്. നീ തന്നെയാണല്ലോ വേണ്ടെന്ന് വെച്ച് ഉപേക്ഷിച്ചത്. ഇനിയിപ്പോൾ അനുഭവിച്ചു. അവർ കല്യാണം കഴിഞ്ഞ് ഒന്നായവരാണ്. അവരുടെ ഇടയിലേക്ക് കയറി ചെല്ലാൻ നോക്കണ്ട. അത് കേട്ട് പ്രീതി വിക്രമിൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നു. വിക്രം, നീ എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയല്ലേ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത്? എനിക്ക് വേണ്ടിയല്ലേ? ഞാൻ നേരത്തെ നിന്നെക്കുറിച്ച് അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു. സോറി. പക്ഷേ ഇപ്പോൾ എനിക്ക് നിന്നെ വേണമെന്ന് തോന്നുന്നു. ഐ വാണ്ട് യു എന്നവൾ കെഞ്ചി പറഞ്ഞു. അതിന് വിക്രം മറുപടി നൽകി. ഞാൻ മിസ്റ്റർ രാഘവയുടെ മകളെ കല്യാണം കഴിക്കാൻ വേണ്ടിയാണ് അങ്ങോട്ട് വന്നത്. അവളുടെ പേര് മാത്രമാണ് എനിക്ക് തെറ്റിയത്. അപ്പോഴും അവളെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ എപ്പോഴാണോ സരികയെ കണ്ടത് ആ നിമിഷം തന്നെ ഞാൻ അവളുടെ പ്രണയത്തിലായി. അവളാണ് എൻ്റെ ഭാര്യയെന്ന് ഞാൻ ഉറപ്പിച്ചു. എന്നാൽ അവൾ മറ്റൊരാളാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് നിരാശയായിരുന്നു. പക്ഷെ നിനക്കൊരുപാട് നന്ദി. നീ എന്നെ അന്ന് റിജക്റ്റ് ചെയ്തതുകൊണ്ട്. ഭാഗ്യത്തിന് എനിക്ക് സരികയെ എൻ്റെ ജീവിത പങ്കാളിയായി കിട്ടി. കൂടാതെ രജശ്രീയെപ്പോലെ നിൻ്റെ അനിയത്തിയുടെ ജീവിതത്തെക്കുറിച്ച് പോലും ചിന്തിക്കാതെ അവളുടെ വികാരങ്ങളെ മാനിക്കാതെ എങ്ങനെയാണ് നിനക്ക് ഇത്രയും സ്വാർത്ഥയായി എന്നെ വീണ്ടും വേണമെന്ന് പറയാൻ തോന്നുന്നത്?
നിനക്ക് നാണമില്ലേ ഭിക്ഷയാചിക്കാൻ? വിക്രമിൻ്റെ ഈ വാക്കുകൾ താങ്ങാൻ പ്രീതിക്ക് കഴിഞ്ഞില്ല. അപമാനം സഹിക്കാൻ വയ്യാതെ അവൾ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. എന്താ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? സാരിക മോളെ വന്ന് കേക്ക് മുറിക്കും എന്ന് മുത്തശ്ശി ജയമ്മ പറഞ്ഞു. സാരികയുടെ ആ പ്രത്യേക ദിവസം ആരും കാരണം കായായി പോകരുത് എന്ന് കരുതി അവർ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഭംഗിയാക്കി മാറ്റി. സമയം രാത്രിയോടടുത്തിരുന്നു. ആകാശത്ത് കറുത്ത മേഘങ്ങൾ വന്ന് മൂടുകയും നല്ല കാറ്റ് വീശാൻ തുടങ്ങുകയും ചെയ്തിരുന്നു. മരച്ചില്ലകളെല്ലാം കാറ്റിൽ ഉലയുന്നുണ്ടായിരുന്നു. കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ മിക്കവാറും നല്ല മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്ന മട്ടിലായിരുന്നു അന്തരീക്ഷം. പകലപ്പാടെ എല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് സമയം ചിലവഴിച്ചത്. ഒടുവിൽ അവളുടെ അമ്മമ്മയും അച്ഛനും കാറിൽ കയറി യാത്ര തിരിച്ചു. അവർ പോകുമ്പോൾ സാരിക ഗേറ്റിനടുത്ത് തന്നെ വന്നു നിന്ന് കൈവീശി കാണിക്കുന്നുണ്ടായിരുന്നു. അവരെ യാത്രയാക്കുമ്പോൾ സാരികയുടെ മനസ്സ് വിതുമ്പി. വിക്രം അവളുടെ തൊട്ടു പിന്നാലെ തന്നെയുണ്ടായിരുന്നു. അവർ സങ്കടപ്പെടുന്ന കണ്ടപ്പോൾ അവൻ അവളുടെ തോളിൽ കൈവച്ച് അവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി. എന്നിട്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, സങ്കടപ്പെടേണ്ടടോ. നിനക്ക് കാണണമെന്ന് തോന്നുമ്പോൾ ആഴ്ചയിൽ 2 തവണ വേണമെങ്കിൽ ഞാൻ നിന്നെ നിൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിടാം. അത് കേട്ടതും അവളുടെ മുഖം ഒരു പൂത്തിരി പോലെ തെളിഞ്ഞു വിളങ്ങി. സത്യമാണോ? അവളുടെ ആ സന്തോഷം കണ്ടവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ എല്ലാ ദിവസവും നിൻ്റെ പപ്പയുടെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടാൽ എങ്ങനെയുണ്ടാകും? അത് കേട്ടതും അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. താങ്ക്സ് വിക്രം എന്ന് പറഞ്ഞ് അവൻ്റെ കവിളിൽ ഉമ്മ വെച്ചു. പക്ഷെ പെട്ടെന്ന് തന്നെ താൻ എന്താണ് ചെയ്യുന്നത് ആലോചിച്ച് അവൾ നാണത്തോടെ പെട്ടെന്ന് പുറകോട്ട് മാറി. എന്നാൽ അവൻ അവളെ നോക്കി കണ്ണുകൾ ചെറുതാക്കി ഒന്ന് പ്രണയദൂരമായി പുഞ്ചിരിച്ചു. അതിൽ പതറിപ്പോയ സാരിക തൻ്റെ കൈകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, എന്താ ഇങ്ങനെ നോക്കുന്നു വിക്രം എന്ന് പറഞ്ഞ് വീണ്ടും മുരടി പുറകോട്ട് വെച്ചു. അപ്പോഴേക്കും ചെറുതായി മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. അവനോട് അരയിലൂടെ കൈച്ചുറ്റി അടുത്തേക്ക് വലിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവൾ നാണത്തോടെ അവനെ പുറകോട്ട് തള്ളി മാറ്റി അവിടെ നിന്ന് ഓടി. നിൽക്കൂ എന്ന് വിളിച്ചുകൊണ്ട് വിക്രം പുറകിലൂടെ വന്ന് ഓടിപ്പോവുകയായിരുന്നു. സാരികയെ ചേർത്ത് പിടിച്ചു തന്നിലേക്ക് അടുപ്പിച്ചു.